പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങൾക്കുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ഒരു ലഘു സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവജനത്തിന് എഴുതിയ വാക്കുകളാണ് നാം വായിച്ചത്. ദൈവമക്കള് എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പഴയ തലമുറയിലെ ദൈവമക്കളുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ എന്തോ ഒരു സന്തോഷമായിരുന്നു, ഇതൊരു പ്രത്യാശയായിരുന്നു. എന്നാൽ ഇന്നത്തെ ദൈവമക്കളുടെ മുഖത്ത് നിരാശയാണ്, എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതീതിയാണ്. ജീവിതമെന്ന് പറയുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. നമ്മൾ ശരീരത്തിൽ വസിക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങളുണ്ട്. എന്നാൽ കഷ്ടങ്ങളെ ജയിച്ചവനായ കർത്താവ് നമ്മോട് കൂടെയില്ലേ? കൊച്ചു കൊച്ചു വിഷയങ്ങൾ മതി ദൈവമക്കൾ ഡൗണാകാൻ. തൊട്ടാവാടി ചെടി പോലെയാണ് ചില ദൈവമക്കൾ. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ സന്തോഷം കെട്ടുപോകില്ല. നമ്മുടെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. അത് സാധാരണ ലോകസന്തോഷമല്ല. ആ സന്തോഷം എന്താണെന്നറിയാമോ? രക്ഷയുടെ സന്തോഷം. ഈ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാൻ ഈ ലോകത്തിലെ ഒരു പ്രശ്നത്തിനും സാധ്യമല്ല. ബന്ധിതനായ പൗലോസ് തന്റെ ഇരുകരങ്ങളെയും ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്: ഈ ചങ്ങലയ്ക്ക് എന്റെ സന്തോഷത്തെ കെടുത്തിക്കളയുവാൻ കഴിഞ്ഞില്ല. വചനം പറയുന്നു, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഓർക്കുക, ദൈവപൈതലേ, എന്റെയും നിന്റെയും തലയിൽ പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, അത് ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകമാണ്. നമ്മുടെ നിരാശകളെയും ദുഃഖങ്ങളെയും എല്ലാം തുടച്ചു മാറ്റി നമ്മുടെ ഉള്ളിൽ സന്തോഷവും പ്രത്യാശയും പകരുന്ന ഒരു അഭിഷേകമാണ്. ദുഃഖത്തിന്റെ തൈലം കൊണ്ടല്ല, നിരാശയുടെ തൈലം കൊണ്ടല്ല, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും തൈലം കൊണ്ടല്ല, ആനന്ദ തൈലം കൊണ്ട് ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമുക്ക് പറയാം, ദൈവം എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ രക്ഷയുടെ സന്തോഷം സമൃദ്ധിയായി ആസ്വദിക്കുവാൻ ലോക സന്തോഷങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വിട പറയാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.